അതൊക്കെ നമ്മളിപ്പം ഡേ 1 കഴിഞ്ഞു. ഡേ 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ പേര് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ എല്ലാവരും പറയുന്നത് ഈ മൈക്കിൻ്റെ കേസാണ്. അപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, കുറച്ച് ടൈറ്റിലാണ്. അപ്പം അതൊന്ന് മൈക്കൊക്കെ വാങ്ങാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തായാലും ഒരു 1 വീക്കിനകത്ത് ഞാൻ എന്തായാലും ഓക്കെ ആക്കും. പക്ഷെ അതുവരെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സൗണ്ട് മാക്സിമം ഞാൻ ഓക്കെ ആക്കാനാണ് നോക്കുന്നത്. ഓക്കെ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഡേ 2 നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ 2 സെക്ഷൻ നമ്മൾ ഡേ 1 സെക്ഷനിൽ നോക്കിയതെല്ലാം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇമേജസ് എല്ലാം ഒന്നൊന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഡേ 2 വരിക. നമുക്ക് ഡേ 2 ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓൾ ഇൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ആദ്യത്തേതാണ് അക്യൂറ്റ്. ടു ഡിസൈഡ് ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യലി ഇൻ കോർട്ട് ദാറ്റ് സംബഡി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ദി ക്രൈം. അതായത് കുറ്റവിമുക്തനാക്കുക. അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്യൂറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ചെയ്തിട്ടില്ല, അയാൾ കുറ്റം ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ ഒരു കോഡ് വെച്ച് പഠിക്കാം. കുറ്റം ചെയ്തിട്ടില്ല അയാൾ. അപ്പൊ എന്താണ് അക്യൂട്ട് മീൻസ് ടു ഡിസൈഡ് ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യലി ഇൻ കോർട്ട് ദാറ്റ് സംബഡി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം. അടുത്താണ് അക്യുമെൻ, ദ എബിലിറ്റി ഓഫ് മേക്ക് എ ഗുഡ് ഡിസിഷൻ ഓർ ക്വിക്ക് ഡിസിഷൻ. അല്ലെങ്കിൽ മെൻസ് ഓൾവേസ്. ഇപ്പം വേണമെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അക്യുമെൻ, ആക്യുറേറ്റ് മെൻ എപ്പോഴും നല്ല, അതായത് ഉത്തമ പുരുഷന്മാർ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഗുഡ് ഡിസിഷൻസ് അല്ലെങ്കിൽ ക്വിക്ക് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അക്യുമെൻ. അടുത്ത അഗ്രാൻഡൈസ്, ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓർ പൊസിഷൻ ഓർ വെൽത്ത്. അല്ലെങ്കിൽ നമുക്ക് ഈ വാക്കിൽ തന്നെ നമുക്കൊരു കോഡ് കാണാൻ പറ്റും, ഗ്രാൻഡ്. അതായത് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് വെൽത്ത് അല്ലെങ്കിൽ പൊസിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫ് ഗ്രാൻഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് പോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് ഓർത്ത് വയ്ക്കാം. അഗ്രാൻഡൈസ് മീൻസ് ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പൊസിഷൻ ഓർ വെൽത്ത്. അടുത്ത അഗോണി, എക്സ്ട്രീം മെന്റൽ ഓർ ഫിസിക്കൽ സഫറിങ്. അതായത് അഗോണി മീൻസ് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു നെഗറ്റീവ് ഫീലിംഗ് വരുന്ന ഒരു വേർഡാണ്. ഇപ്പൊ നമുക്ക് ചില വേർഡ്സ് കാണുമ്പോൾ നമുക്ക് പോസിറ്റീവ് മീനിങ് വരാം, നെഗറ്റീവ് മീനിങ് വരാം. അഗോണി എന്ന് പറഞ്ഞ വാക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അഗോണിയുടെ മീനിങ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം മെന്റൽ ഓർ ഫിസിക്കൽ സഫറിങ്. അടുത്തതാണ് ആൽഗോ മീൻസ് പെയിൻ എന്നാണ്. അപ്പൊ ഫിയർ ഓഫ് പെയിൻ എന്നാണ് ആൽഗോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് പെയിൻ. അപ്പൊ അഗോ എന്നൊക്കെ മീനിങ് വരുന്നത് എന്തായാലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും, മെന്റൽ സഫറിങ്സിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, ഓർത്തു വയ്ക്കുക. അടുത്താണ് അലിമണി മീൻസ് ദ മണി പെയ്ഡ് ടു ദ ഫോമർ വൈഫ് ഓർ ഹസ്ബൻഡ്. അതായത് നേരത്തെ ഇപ്പോൾ കോടതിയൊക്കെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം കോടതി തീരുമാനിക്കുന്നതനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചിരുന്ന ആൾക്ക് പാർട്ട്ണറിന് പൈസ കൊടുക്കണമെന്ന് വിധിക്കാറില്ലേ? അപ്പൊ അവർ അലിമോണി എന്നാണ് അതിന് പറയാറുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ. അടുത്താണ് അൽമനാക് മീൻസ് എ പബ്ലിക്കേഷൻ കണ്ടെയ്നിങ് ആസ്ട്രോണമിക്കൽ ഓർ മെറ്ററോളജിക്കൽ കലണ്ടർ. അതായത് നമ്മുടെ ഈ ജ്യോതിഷമൊക്കെ നോക്കുന്നതിന് വേണ്ടി നാളുകള് സിംബൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കലണ്ടറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൽമനാക് എന്ന് ഉദ്ദേശിക്കുന്നത്. അൽമനാക് മീൻസ് എ പബ്ലിക്കേഷൻ കണ്ടെയ്നിങ് ആസ്ട്രോണമിക്കൽ ഓർ മെറ്ററോളജിക്കൽ കലണ്ടർ. അടുത്ത ആൽപ്പനിസം മീൻസ് മൗണ്ടൈൻ ക്ലൈംബിംഗ്. ആൽപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുന്ന്, മല, അങ്ങനെയുള്ള വേർഡ്സിന് അങ്ങനെയുള്ള മീനിങ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ആൽപ്പിനിസം, അതിന് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ എന്ത് പറയും? ആൽപ്പിനിസം, മൗണ്ടൻ ക്ലൈംബിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ ആൽപ്പനിസം എന്ന് പറയും. അടുത്താണ് ആൾട്രൂയിസ്റ്റ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹൂ മേക്സ് ചാരിറ്റബിൾ ഡൊണേഷൻ. ആൾട്രൂയിസ്റ്റ് മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് മേക്കിംഗ് ചാരിറ്റബിൾ ഡൊണേഷൻസ്. അടുത്താണ് ആംബിഡെക്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു നമ്മുടെ അന്യനും അമ്പിയിലുള്ള അമ്പി. അതായത് ഡബിൾ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് തോട്ട്സ് ഒരുമിച്ചുള്ള ആൾ അതിന്റെ ഓപ്പോസിറ്റ് അൺആംബിഗ്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ മീനിങ് വരുന്ന ആംബിഡെക്സ്ട്രസ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മീനിങ് വരുന്നു. പക്ഷെ അതിൽ ഫീലിങ്സ് ആണെങ്കിൽ ഇവിടെ എന്താണ്, രണ്ട് കൈ, അതായത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എഴുതാനോ മറ്റു കാര്യങ്ങൾക്ക് എന്തിനോ അത് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ആംബിഡെക്സ്ട്രസ്. അടുത്താണ് അമിനബിൾ മീൻസ് റെഡിലി റിയാക്ടിങ് ടു സജഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ്. അവൻ അമിനബിൾ ആണ്, ഈസ് അമിനബിൾ. അയാൾ പെട്ടെന്ന് തന്നെ എല്ലാ സജഷൻസിലും അല്ലെങ്കിൽ എന്താണ് എല്ലാ ഒപ്പീനിയൻസിലും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞാൽ അമിനബിൾ മാൻ. അടുത്താണ് അതായത് അമിക്കബിൾ എന്നൊക്കെ വാക്കുമ്പോൾ തന്നെ അറിയണം അതൊരു പോസിറ്റീവ് മീനിങ് ഉള്ള വാക്കാണ്. അമിക്കബിൾ എന്ന് പറയുമ്പോൾ ഈസ് അമിക്കബിൾ ഫ്രണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് സമ്മൺ ഈസ് ഫ്രണ്ട്ലി ആൻഡ് ഗുഡ് നേച്ചർ. അതായത് ഫ്രണ്ട്ലി അഥവാ ഗുഡ് നേച്ചർ ഉള്ള ആൾക്കാരെ നമ്മൾ എന്ന് വിളിക്കും? അമിക്കബിൾ എന്ന് വിളിക്കും. അനൈൽ
അടുത്ത വേർഡാണ് അനൈൽ. ലൈക്ക് എ വീക്ക് ഓൾഡ് വുമൺ, അതായത് ഷീസ് സോ അനൈൽ, അല്ലെങ്കിൽ എന്താണ്, അത് ഒരു വയസ്സ് അല്ലെങ്കിൽ വൃദ്ധയായ സ്ത്രീയെ പോലെ ഉണ്ട് കാണാൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്, അനൈൽ. അനൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് അനിമോസിറ്റി. അനിമോസിറ്റി മീൻസ് എ സ്ട്രോങ് ഡിസ്ലൈക്ക് ഓർ ഹോസ്റ്റിലിറ്റി. എ സ്ട്രോങ് ഡിസ്ലൈക്ക് ഓർ ഹോസ്റ്റിലിറ്റി. നമ്മൾ ഈ വേർഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നോക്കി നോക്കണം. ഓക്കെ, അടുത്ത അന്വിറ്റി. എ ഫിക്സഡ് സം പെയ്ഡ് ആനുവലി. ആനുവലി, അതിൽ ആ വേർഡിൽ തന്നെ ഉണ്ട് ആനുവലി. ആനുവലി. ഓക്കെ, ഓക്കെ. അടുത്ത, അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ വാക്കുകളുടെ ഇമേജസ് ആണ്. നിങ്ങൾ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അതുപോലെ ഇന്നത്തെ വേർഡ്സും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ്സിന്റെ ഇമേജസും ഒന്ന് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ വേർഡ്സിന്റെയും മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം അതെന്താണെന്ന് ആലോചിച്ച് ഒന്ന് റീകോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ആ നേരത്തെ മുമ്പത്തതും ഇപ്പൊ പഠിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക്. ഓക്കെ, അടുത്താണ് ഇഡിയംസ്. എ കോൾഡ് ഫിഷ്, someone who seems unfriendly and does not share feelings. അതായത് കോൾഡ് ഫിഷ് നമുക്കറിയാലോ, ഒരു റെസ്പോൺസും ഇല്ലാതെ ചത്ത മീൻ, അതായത് ചത്ത മീൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ആക്റ്റീവ് സ്റ്റേജിനാണ് നമ്മൾ എന്താ പറയുക കോൾഡ് ഫിഷ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അടുത്ത എ കുക്കു ഇൻ എ നെസ്റ്റ്. നമുക്കറിയാം ഈ കുക്കു, അതായത് വരുന്നത് എന്തിനാണ്, സ്വന്തമായിട്ട് പിന്നെ എന്താണ് കൂടില്ലാതെ വേറെ പക്ഷികളുടെ കൂടിൽ മുട്ടയിടാൻ വേണ്ടി വരുന്ന ഒരാളാണ് കുക്കു എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായാലും ഒരു അൺവെൽക്കം ഇൻട്രോഡർ അല്ലേ, അതായത് ആ കൂട് വെച്ചിരിക്കുന്ന പക്ഷിക്ക് ഇഷ്ടമല്ല ഈ പുള്ളിക്കാരൻ വരുന്നത്. അപ്പൊ എന്താണ്, ഇറ്റ്സ് ആൻ അൺവെൽക്കം ഇൻട്രോഡർ. കുക്കു ഇൻ ദ നെസ്റ്റ് മീൻസ് ആൻ അൺവെൽക്കം ഇൻട്രോഡർ. അടുത്ത ഡാം സ്കിബ്, എ ഡിസപ്പോയിന്റിംഗ് റിസൾട്ട്. ഈ സ്കിബ് എന്ന് പറയുന്നത് ഞാൻ നോക്കിയതിൽ വെച്ചത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ജർമ്മൻ അഥവാ ബ്രിട്ടീഷിലൊക്കെ, ബ്രിട്ടീഷ് ആണെന്ന്, അതായത് ഫോറിൻ ആയിട്ടുള്ള ഇവിടെ ഉപയോഗിക്കുന്ന ഒരു തരം പടക്കം, അതായത് നമ്മൾ ഈ ക്രാക്കർ പോലത്തെ സാധനമാണ് അത്. ഡാമ്പ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുക അല്ലെങ്കിൽ നനഞ്ഞ പടക്കം എന്നാണ് ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെ അറിയാം, ഡാം ഡിസപ്പോയിന്റിംഗ് ഓർ ലെസ് ഇംപ്രസീവ് റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എ ഡാർക്ക് ഹൗസ് ആൻഡ് അൺഎക്സ്പെക്ടഡ് ഓർ അൺവാണ്ടഡ്. പിന്നെ അത് ഇടിയും ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡാർക്ക് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്, അൺഎക്സ്പെക്ടഡ് വിന്നർ, അതായത് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. എ ഡയമണ്ട് ഇൻ ദ റഫ്, ഇതും വളരെ എളുപ്പമാണ്. സമ്മൺ വിത്ത് പൊട്ടൻഷ്യൽ ബട്ട് ലാക്കിംഗ് പോളിഷ്, അതായത് ഒരു റഫ് സർഫസിൽ ഇരിക്കുന്ന ഡയമണ്ടിനെ പോളിഷ് ചെയ്യാതെ നമുക്ക് അതിനെ കൊണ്ട് ഉപയോഗമില്ല. അതാണ് ആ വേർഡ് കൊണ്ട് വെടിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഡയമണ്ട് ഡസൺ, വെരി കോമൺ ആൻഡ് ഓഫ് നോ പർട്ടിക്കുലർ വേ. ഡൈം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കറൻസിയുടെ എന്തോ ഒരു ടേം ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യാം. എ ഡയമണ്ട് ഡസൺ മീൻസ് വെരി കോമൺ ആൻഡ് ഓഫ് നോ പർട്ടിക്കുലർ, അതായത് വളരെ കോമൺ ആണ് പക്ഷെ അതിന് എന്തില്ല, വലിയ വാല്യൂ ഒന്നും. ഓക്കെ, ഈ ഡ്രൈ റൺ, അതും വളരെ എളുപ്പമാണ്. റിഹേഴ്സൽ ഓഫ് ആൻ ഇവന്റ്, അതായത് നമ്മളൊരു ഇവന്റിന് വേണ്ടി ഒന്ന് ഡ്രൈ റൺ, അതായത് നമ്മൾ ചുമ്മാ ഒന്ന് ഓടുന്ന ആ ഒരു സെറ്റപ്പാണ്. അടുത്ത് എ ഫയർ ഇൻ സമ്മൺസ് ബെല്ലി, വൺ ഹൂ ഈസ് എനർജറ്റിക് അബൌട്ട് സംതിങ്. അതായത് നമുക്കിപ്പം നമുക്ക് നമ്മളുടെ അടുത്ത് പാരന്റ്സ് പറയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ചൂട് വേണം, ചൂട് വേണം, ചൂട് വേണം, അതാണ് ഇതിന്റെ ഒന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ ബെല്ലിന്നും കൂടെ വാക്ക് ഉദ്ദേശിച്ചതേ ഉള്ളൂ. അപ്പോൾ വൺ ഹൂ ഈസ് എനർജറ്റിക് അബൌട്ട് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എനർജറ്റിക് ആവുകയാണെങ്കിൽ നമ്മുടെ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വിശക്കത്തില്ലേ, അപ്പൊ നമുക്ക് വിശപ്പ് തോന്നുമല്ലോ, എന്തായാലും വർക്ക് ചെയ്താലല്ലേ വിശപ്പ് തോന്നുക. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക. അപ്പോൾ പാരന്റ്സ് സമ്മൺ ബെല്ലിംഗ് ഈസ് വൺ ഹൂ ഈസ് എനർജറ്റിക് അബൌട്ട് സംതിങ്. അടുത്ത് എ ജെന്റിൽമാൻ അറ്റ് ലാർജ്. എ ജെന്റിൽമാൻ അറ്റ് ലാർജ് മീൻസ് എ മാൻ വിത്തൗട്ട് എ ജോബ്, ജോബ് ഇല്ലാത്ത അവസ്ഥ. അതാണല്ലോ എ ജെന്റിൽമാൻ അറ്റ് ലാർജ്. അയാളുടെ ഏറ്റവും വലിയ അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, അത് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജെന്റിൽമാൻ അറ്റ് ലാർജ്, എ മാൻ വിത്തൗട്ട് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായി ഗ്രീൻ ഹോൺ, ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് മാൻ. എന്താണ് ഗ്രീൻ ഹോൺ മീൻസ് ആൻ ഇൻഎക്സ്പീരിയൻസ്ഡ് മാൻ, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ നമ്മൾ എന്താ പറയാം, ഗ്രീൻ ഹോൺ എന്നുകൊണ്ട് വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. എ ഹെയർ ഇൻ ദ ബട്ടർ, എ ചലഞ്ചിങ് സിറ്റുവേഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു ബട്ടറിൽ അല്ലെങ്കിൽ ഒരു വെണ്ണയിൽ നമ്മൾ എയർ മുടി വീണ് കഴിഞ്ഞാൽ നമുക്ക് അതിനെടുക്കാൻ വളരെ പാടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അടുത്ത് എ ഹോർണറ്റ്സ് നെസ്റ്റ്, അൺപ്ലസന്റ് കോപ്പി. ഹോർണറ്റ് എന്ന് പറയുന്നത് ഈ ഇവിടെയൊന്നും അധികം കാണാറില്ല, അറിയില്ല. ഒരു ഒരു എന്താ പറയാൻ അതായത് ഒരു ചെറിയ ഒരു വണ്ട് അതുപോലത്തെ ഒരു ജീവിയാണ് ഹോർണറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ പൾപ്പ്, അതിന്റെ സലൈവ അങ്ങനെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയത് ഒരു പേപ്പർ പോലെ ഇരിക്കും കാണാൻ എന്നാണ് പറയുന്നത്.
ഇമേജിലുള്ള പോലെ തന്നെയാണ്. പക്ഷെ അതൊരു അൺപ്ലസന്റ് ആയിട്ടുള്ളൊരു നെസ്റ്റ് ആണ്. ബാക്കി ഇപ്പം തേനീച്ചക്കൂടായാലും കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇത് പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് പോകുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് ഈ ഹോർണസ് നെസ്റ്റ് എന്ന് പറയുന്ന അൺപ്ലസന്റ് സിറ്റുവേഷൻ ആണ് കോൺട്രവേഴ്സി. അടുത്തത് ഹോട്ട് പൊട്ടറ്റോ. ഇത് നമ്മൾ പലയിടത്തും കേൾക്കാറും അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ വളരെ എളുപ്പമായിട്ടും തോന്നാനുള്ള കാര്യമാണ്. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഓർ ഡിഫിക്കൽട്ട് ടു ഡീൽ വിത്ത്. അതാണ് ഹോട്ട് പൊട്ടറ്റോ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പാടല്ലേ. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനാലോചിച്ച് വെക്കാം. ഈ ഹൗസ് ഓഫ് കാർഡ്സ് വളരെ എളുപ്പമുള്ള ഇടിയോ എന്നുള്ളതിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രജൈൽ ഓർ അൺസ്റ്റേബിൾ സിറ്റുവേഷൻ. എ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് ആൻഡ് ആംബിഗിയസ് കോംപ്ലിമെന്റ്. ആംബിഗിയസ് നമുക്കറിയാം, അയാൾക്ക് കൊടുക്കണോ അതോ വേണ്ടേ, ആ ഒരു രീതിയിൽ കൊടുക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെന്റ് എന്ന് പറയും. ഓക്കെ, അടുത്താണ് സിനോണിംസ്. സിനോണിംസ് ഫസ്റ്റ് വേർഡ് വരുന്ന ആസിൽ. എ പാസേജ് ബിറ്റ്വീൻ റോസ് ഓഫ് സീറ്റ്സ് ഇൻ എ ബിൽഡിംഗ്. അതായത് ഒരു പല സീറ്റ്സുകളുടെ നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ രണ്ട് റോകൾക്കിടയിൽ പാസേജ് കാണത്തില്ലേ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആസിൽ എന്ന് പറയും. ആസിൽ. അടുത്തതാണ് അലൈ. ഡിമിനിഷ് ഓർ പുട്ട് അറ്റ് റെസ്റ്റ്. അതായത് നമുക്ക് അലൈ മീൻസ് അലൈ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അയാളൊന്ന് റെസ്റ്റിന് ഇരുത്തുക. ജസ്റ്റ് അലൗ ഹിം ഫോർ റെസ്റ്റ് എന്ന് പറയും പോലെ അലൈ, ഡിമിനിഷ് ഓർ പുട്ട് ഹിം റെസ്റ്റ്. അടുത്ത അമിറ്റി മീൻസ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾ എന്നെ റീകോൾ ചെയ്യുക. ഓക്കെ, അടുത്തത് ആംഗ്വിഷ്. ആംഗ്വിഷ് മീൻസ് സെവറൽ മെന്റൽ ഓർ ഫിസിക്കൽ പെയിൻ. ആംഗ്വിഷ് മീൻസ് സിവിയർ മെന്റൽ ഓർ ഫിസിക്കൽ പെയിൻ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ഇതുപോലത്തെ ഒരു വേർഡ് നമ്മൾ ഓൾ ഇൻ വൺ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ റീകോൾ ചെയ്യുക. ഇതൊക്കെയാണ് അഗോണി. അഗോണി മീൻസ് അതും ഫിസിക്കൽ മെന്റൽ സഫറിങ് ആയിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റതും ഏതാണ് നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുക, റീകോൾ ചെയ്യുക. അടുത്താണ് അബിസ്മൽ. അബിസ്മൽ മീൻസ് എക്സ്ട്രീംലി ബാഡ്, ബോട്ടംലെസ് ഓർ അപ്പാനിങ്. അബിസ്മൽ എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രീംലി ബാഡ് അഥവാ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്നാണ് അബിസ്മൽ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആന്തോളജി. ആന്തോളജി മീൻസ് എ കളക്ഷൻ ഓഫ് പോയംസ്. അതായത് പല ആൾക്കാർ എഴുതിയ പദ്യങ്ങൾ ഒരുമിച്ച് ഒരു പബ്ലിക്കേഷൻ ആയിട്ട് ഇറക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയുക, ആന്തോളജി. അതിന്റെ ഓതർ എല്ലാത്തിന്റെയും ഓതർ ഒരാളായിരിക്കത്തില്ല. വേണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരുടെ മലയാളം ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് തന്നെ എന്താണ്, ഒരു ആന്തോളജിയാണ്. അതിനകത്ത് പല പാഠങ്ങളുണ്ട്, പലതിന്റെ ഓതേഴ്സ് വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൽ എല്ലാത്തിന്റെയും പദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്റ്റോറീസ് അല്ല. പദ്യങ്ങൾ പല ഓതർ ആയിരിക്കും, പക്ഷെ അതെല്ലാം ഒരാളുടെ പബ്ലിക്കേഷൻ ആയിരിക്കും. ആസ്ക്രിപ്ഷൻ, ദ ആട്രിബ്യൂഷൻ ഓഫ് സംതിങ് ടു എ കോസ്. ആസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലേഖനം എന്നാണ് അതിന്റെ മലയാളം മീനിങ് വരുന്നത്. അതായത് നമ്മളിപ്പം ഒന്നിലോട്ട് ചേർക്കുക, ഒന്നിലോട്ട് ലയിപ്പിക്കുക, ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആസ്ക്രിപ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആസ്ഫൈസിയേറ്റിംഗ് ഓർ സ്മൂത്തറിങ്. അതായത് നമുക്ക് വായു അഥവാ നമുക്ക് ശ്വാസം അല്ലെങ്കിൽ എയർ ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അൺകോൺഷ്യസ് ആവുക എന്നുള്ള ഒരു അവസ്ഥയാണ് ആസ്ഫൈക്സിയേറ്റിംഗ് ഓർ സ്മൂത്തറിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അസൈൽ ഓർ അറ്റാക്ക്. മേക്ക് എ കോൺക്രീറ്റഡ് ഓർ വയലന്റ് അറ്റാക്ക്. അസൈൽ ഓർ അറ്റാക്ക്. അസൈൽ എന്ന് പറയുമ്പോൾ വാക്ക് തന്നെ കേൾക്കുന്നതിന് ആലോചിക്കുക. അസൈൽ മീൻസ് അറ്റാക്ക്. അസൈൽ ഹിം, അറ്റാക്ക് ഹിം. മേക്ക് എ ഏതൊക്കെ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. അസൈൽ മീൻസ് മേക്ക് എ കോൺക്രീറ്റഡ് ഓർ വയലന്റ്. അടുത്താണ് അറ്റ്യൂൺ ഓർ അസിമുലേറ്റ്. ടു മേക്ക് സമ്മൺ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതെ, നമ്മളിപ്പോ ഈ ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻജക്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ എന്നൊക്കെ പറഞ്ഞ അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് അസിമിലേഷൻ നടക്കും. അതായത് നമ്മൾ അബ്സോർപ്ഷൻ അഥവാ അസിമിലേഷൻ, അത് നമ്മൾ ബോഡി അബ്സോർബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് അസിമിലേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുക, ആ പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക, അതിനാണ് നമ്മൾ അറ്റ്യൂൺ ഓർ അസിമിലേറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓഗസ്റ്റ്. നിങ്ങൾ ഇനി ആലോചിക്കുക, നിങ്ങളുടെ ഓഗസ്റ്റ് ഏതൊരു വർഷത്തിലെ ഓഗസ്റ്റ് മാസവും റെസ്പെക്റ്റഡ് ആൻഡ് ഇംപ്രസീവ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയത്. ഓക്കെ, അടുത്തതാണ് ഓട്ടോക്രാറ്റിക്. ഓട്ടോക്രാറ്റിക് മീൻസ് അതായത് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീരുമാനിക്കുന്ന ആൾ നമ്മൾ ഓട്ടോക്രാറ്റിക് എന്ന് പറയും. റിലേറ്റിംഗ് ടു എ റൂളർ ഓഫ് ആബ്സല്യൂട്ട് പവർ. ആ റൂളറിന് മാത്രമാണ്, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോക്രാറ്റിക് മീൻസ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്ത അവറൈസ്, എക്സ്ട്രീം ഗ്രീഡ് ഫോർ വെൽത്ത്. അതായത് അവറൈസ് മീൻസ് എക്സ്ട്രീം ഗ്രീഡ് ഫോർ വെൽത്ത്. വേണമെങ്കിൽ ആയിരിക്കാം അവരുടെ റൈസ്, അതായത് മറ്റുള്ളവരുടെ ചോറ് തിന്നുന്നതിന്, അതായത് എക്സ്ട്രീം ഗ്രീഡ് ഫോർ മറ്റുള്ളവരുടെ പണവും കൂടെ കഴിക്കണമെന്ന് ആലോചിക്കുന്ന ആൾ എന്തെന്ന് പറയുന്നത് നമുക്ക് അവറൈസ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. അടുത്താണ് അവെർട്ട് ഓർ പ്രിവെന്റ്. ടേൺ അവേ വൺസ് ഐസ് ഓർ തോട്ട്സ്. അതായത് മറ്റൊരാളുടെ കാഴ്ചകളെ, മറ്റൊരാളുടെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റി തിരിക്കുക എന്നുള്ളൊരു വേർഡാണ് എന്തെന്ന് പറയുന്നത് അവെർട്ട്, അതല്ല പ്രിവെന്റ് എന്ന് പറയുന്നത്.
അടുത്താണ് അവറി, എവേ ഫ്രം ദ അപ്രോപ്രിയേറ്റ് ഓർ എക്സ്പെക്ടഡ് കോഴ്സ്. നമുക്ക് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈ പട്ടിക്ക് യഥാർത്ഥത്തിൽ പോയിരുന്ന സ്ഥലം വേറെയാണ്, പക്ഷെ അവൾ പട്ടിയുടെ ഓണർ കൊണ്ടുപോയത് എങ്ങോട്ടാണ്? വേറൊരു സ്ഥലത്ത്, അത് ക്ലിനിക്കിലോട്ടാണ് കൊണ്ടുപോയത്. അപ്പൊ അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവറി. അവറി മീൻസ് എവേ ഫ്രം ദ അപ്രോപ്രിയേറ്റ് എക്സ്പെക്ടഡ് കോഴ്സ്. നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സിലോട്ട് നമ്മളെ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ ആ വാക്കിനെ വിളിക്കുന്ന പേരാണ് അവറി. അപ്പൊ നമുക്കിനി അടുത്ത ആന്റോണിംസിൽ പോവാം. അപ്പൊ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ആങ്സ്റ്റ്. ആങ്സ്റ്റ് മീൻസ് ഫീലിംഗ് ഓഫ് ഡീപ്പ് ആങ്സൈറ്റി. പറയും നമ്മൾ ഈ വാക്ക് ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എന്താണ്? ആന്റോണിമിൽ ഒരെണ്ണം പഠിച്ചു, സോറി സിനോണിമിൽ ഒരെണ്ണം പഠിച്ചു, ഓൾ ഇൻ വേർഡിലും പഠിച്ചു. നിങ്ങൾ ഉടനെ തന്നെ റീകോൾ ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഴുതി പോവുക എന്തായാലും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അടുത്തത് ആങ്സ്റ്റ്. ഫീലിംഗ് ഓഫ് ഡീപ്പ് ആങ്സൈറ്റി ഓർ ഇമോഷണൽ ടർമോയിൽ. അത് നമുക്ക് ഒരു ഡീപ്പായിട്ട് മൊത്തം വലിയൊരു ആങ്സൈറ്റി അഥവാ ഇമോഷണൽ ടർമോയിൽ മീൻസ് നമ്മൾ മാനസികാവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുക എന്നുള്ളതാണ് ആങ്സ്റ്റ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കാഷ്വൽനെസ്. അത് വളരെ അതുകൊണ്ടൊന്നും അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നാണ് കാഷ്വൽനെസ്. അടുത്ത അനിമോസിറ്റി. നമ്മൾ കേട്ടു, നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കാണ് അനിമോസിറ്റി, സ്ട്രോങ് ഹോസ്റ്റിലിറ്റി. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബെനവലൻസ്. ബെനവലൻസ് മീൻസ് ലവ്, കെയറിങ്. അത് ബെനൊക്കെ നമ്മൾ പറയാറില്ലേ, ബെലവഡ് പേഴ്സൺ അതൊക്കെ പറയാറില്ല, അതേപോലെ. അടുത്താണ് അനോണിമിറ്റി, എ കണ്ടീഷൻ ഓഫ് ബീങ് അനോണിമസ്. അനോണിമിറ്റി മീൻസ് അനോണിമസ്, അനോണിമിറ്റി, അനോണിമസ്. അതായത് നമ്മൾ എന്താ പറയാ, ഒരു ഇറ്റ്സ് എൻ അനോണിമസ് കോൾ എന്ന് പറയാറില്ലേ, ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ, അതിനെ നമ്മൾ പറഞ്ഞ അനോണിമസ്. അങ്ങനെ ആകുന്ന ഒരാളെ നമുക്ക് അനോണിമിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അടുത്ത ഇമ്പോർട്ടൻസ്, അയാൾ എല്ലായിടത്തും വേണം എന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ്, കൃത്യമായ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ആന്റിതീസിസ്. ആന്റിതീസിസ് when a person or a thing that is direct opposite to something or someone. ഏതൊരു കാര്യത്തിനും കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക, ഏതൊരു ആൾക്കും ഏതൊരു ആൾക്കാരുടെ ആശയത്തിനോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനോ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളെ നമുക്ക് പറയാം ആന്റി തീസിസ്. തീസിസ്, ഒരാളൊരു തീസിസ് ഉണ്ടാക്കി, അതിന് ആന്റി തീസിസ്. ഒരു തിയറം, എല്ലാത്തിനും ഒരു തിയറം. നമ്മളിപ്പോൾ ഹാപ്പിനെസ്സിന് ഒരു തിയറം ഉണ്ട്, സങ്കടത്തിന് ഒരു തിയറം ഉണ്ട്. നമ്മുടെ ലൈഫിലുള്ള ഒരു ഫീലിങ്സിന് ഒരു തിയറി ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ആന്റി തീസിസ്, ആ തീസിസിനെല്ലാം എതിരായി പ്രവർത്തിക്കുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ പഠിച്ചു വയ്ക്കാം ആന്റി തീസിസ്. ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഹാർമണി. അടുത്താണ് അപ്രിഹെൻസീവ്. അപ്രിഹെൻസീവ് മീൻസ് ഫിയർഫുൾ ദാറ്റ് സംതിങ് അൺപ്ലസന്റ് വിൽ ഹാപ്പൻ. അപ്രിഹെൻസീവ്, എന്തെങ്കിലും ഒരു പേടിയുള്ളത് സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന ഒരാളാണെന്ന് പറയും അപ്രിഹെൻസീവ്. നമ്മൾ ഭൂരിഭാഗം പേര് നമുക്ക് ഉറങ്ങാൻ കിടക്കാനുള്ള പ്രശ്നം, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ എന്ത് പ്രശ്നമുണ്ട്? അപ്രിഹെൻസീവ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെന്ന് ആലോചിക്കുക. ഓപ്പോസിറ്റ് എന്താണ്? കോൺഫിഡന്റ്. കോൺഫിഡന്റ് ആയിരിക്കണം നമ്മൾ. അടുത്താണ് ആർട്ടിഫൈസ്. ആർട്ടിഫൈസ് മീൻസ് ക്ലെവർ ഓർ കണ്ണിങ് ഡിവൈസസ്. അത് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള പല ഗാഡ്ജറ്റ്സ് നമുക്ക് എന്താന്ന് പറയാം, അപ്പോൾ ആർട്ടിഫൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ആർട്ടാണ്, അങ്ങനെ വേണമെങ്കിൽ ആലോചിച്ച് വയ്ക്കുക. ആർട്ടിഫൈസ് മീൻസ് ക്ലെവർ ഓർ കണ്ണിങ് ഡിവൈസസ്. ഓപ്പോസിറ്റ് എന്താണ്? ട്രൂത്ത്ഫുൾനെസ്. അടുത്തത് ബാബിൾ. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ പലപ്പോഴും നമ്മൾ ബാബ്ല ബ്ലാബ്ല അങ്ങനെയുള്ള വാക്കുകളൊക്കെ കളിച്ചു. ചിലപ്പോൾ ഈ വാക്കിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും. ബാബിൾ മീൻസ് ചുമ്മാ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാബിൾ. ഓപ്പോസിറ്റ് എന്താണ്? സെൻസ്. അടുത്തത് ബേബൽ. ബേബൽ മീൻസ് എ കൺഫ്യൂസ്ഡ് നോയിസ് മെയ്ഡ് ബൈ നമ്പർ ഓഫ് വോയിസസ്. അത് നമുക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കൺഫ്യൂസ്ഡ് വേർഡ് അല്ലേ ഇത്, ബേബൽ. അവ എന്താണ്? കുറെ ആൾക്കാരോട് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് വോയിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ഉത്തരങ്ങൾ പറയാൻ അറിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ഉത്തരം പറയാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ അതെന്താണത്? ബേബൽ. ഓപ്പോസിറ്റ് എന്താണ്? വൈറ്റ്. അടുത്ത് ബാമി. ബാമി മീൻസ് എ പ്ലസന്റ് വാം. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളൊരു ബാം തേക്കുമ്പോൾ നമുക്കൊരു പ്ലസന്റ്ലി വാം ഫീലിംഗ് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഒരു ടൈഗർ ബാം ഇടുമ്പോഴോ കുറച്ചിടുമ്പോൾ, കൂടുതലല്ലേ, കുറച്ചിടുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് പ്ലസന്റ്ലി നമുക്കൊരു പനിയായിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നാറില്ല. കാരണം ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ്ലി വാം. ഓപ്പോസിറ്റ്. അടുത്താണ് ബെഫുഡൽ. ബെഫുഡൽ മീൻസ് ടു മേക്ക് സമ്മൺ തിങ് അൺഎബിൾ ടു തിങ്ക്. അതായത് മറ്റൊരാളെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പോലും അനുവദിക്കാത്ത ഒരാളെ നമുക്ക് പറയാം ബെഫുഡൽ. ഫഡൽ, അതായത് പറഞ്ഞാൽ ബി ഫഡൽ, അതായത് മറ്റൊരാളെ ചിന്തിപ്പിക്കാതിരിക്കുക. അതാണെന്ന് പറഞ്ഞാൽ ബി ഫഡൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് എന്തായിരിക്കും? എക്സ്പ്ലിക്കേറ്റ്. എക്സ്പ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഒരു കാര്യത്തെ മറ്റൊരാളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് മീൻസ് എക്സ്പ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ബെഹെമോത്ത്. സംതിങ് എനോർമസ്, സ്പെഷ്യൽ ഓർ എസ്പെഷ്യലി ബിഗ്. അതായത് ഒരു വലിയൊരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബെഹിമോത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിഡ്ജറ്റ്. വിഡ്ജറ്റ് മീൻസ് വെരി സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്മോൾ. ആ വാക്കിന് അപ്പൊ ഇത് രണ്ട് വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബെഹെമോത്തും വിഡ്ജറ്റും. ബെഹെമോത്ത് മീൻസ് സോറി എനോമസ്ലി എസ്പെഷ്യലി ബിഗ്, അതാണ് ഇവിടെ എന്താ പറഞ്ഞത് ബെഹെമോത്ത്. വിഡ്ജറ്റ് മീൻസ് എക്സ്ട്രീംലി സ്മോൾ എന്ന് പറഞ്ഞ ഒരു വേർഡ് മീനിങ് വരുന്നതാണ് വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ബെനിസൺ. ബെനിസൺ മീൻസ് എ ബ്ലെസ്സിങ്. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ബെൻ അയാളുടെ സണ്ണിനെ ബ്ലെസ്സിങ് കൊടുത്തു. ബെൻ അയാളുടെ സണ്ണിനെ ബ്ലെസ്സിങ് കൊടുത്തു. ബെനിസൺ മീൻസ് എ ബ്ലെസ്സിങ്. ബെനിസൺ മീൻസ് ബ്ലെസ്സിങ്. എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ മീൻസ് ആംഗ്രി, റിനൗൺസ്മെന്റ് ഓർ കേഴ്സ്.
എക്സിക്യൂട്ട് ചെയ്യുക എന്ന് കേട്ടിട്ടില്ല. എക്സിക്യൂട്ട് മീൻസ് കൊലപ്പെടുത്തുക. അതാണ്. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക. എക്സിക്രേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഫ്രേസ. അടുത്ത ബീക്വസ്റ്റ്. ബീക്വസ്റ്റ് മീൻസ് എ ലെഗസി. ഒരു ലെഗസിയെ വിളിക്കുന്ന പേര്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുത്ത് ഇപ്പം ധോണി, സച്ചിൻ, വിരാട്, രോഹിത് എന്നൊക്കെ പറയാം. അവർക്കൊരു ലെഗസിയാണ്. അവരുടെ ലൈഫ് അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത് സക്സസ്സിലെത്തിയ ആൾക്കാർ. അത് നമ്മൾ അതിനെ ലെഗസി എന്ന് വിളിക്കും. ആദ്യമേ വിഡ്രോ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആദ്യമേ വിഡ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ ലെഗസി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ബിക്വസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിഡ്രോ. അടുത്താണ് ബെസ്റ്റോ. കോൺഫർ ഓർ പ്രസന്റ് ആൻഡ് ഓണർ. ഇങ്ങനെ ആലോചിച്ച് വയ്ക്കാം. നമ്മൾ ലൈഫിൽ ബെസ്റ്റ് ആയാൽ മാത്രമേ നമുക്കൊരു ഓണറോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു അംഗീകാരം നമുക്ക് കിട്ടത്തുള്ളൂ ലൈഫിൽ. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആവും. നമ്മളൊരു ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കോൺഫർ മീൻസ് നമ്മളെ അംഗീകരിക്കുക അല്ലെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് കോൺഫർ ഓർ പ്രസന്റ് ആൻഡ് ഓണർ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രിസർവ്. അടുത്ത വേർഡാണ് ബിഗോട്ട്. ബൈഗോട്ട്. ബൈഗോട്ട് മീൻസ് എ പേഴ്സൺ ഹു ഈസ് ഇൻടോളറന്റ് ഹോൾഡിംഗ് ഡിഫറെന്റ് തിങ്സ്. അതായത് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾ, അല്ലെങ്കിൽ എനിക്ക് അത് പറ്റത്തില്ല, എനിക്ക് ഇന്നൊക്കെ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് നമുക്ക് പറയാം ബൈഗോട്ട്. ബൈഗോട്ട് എന്നാണ് കേരളം നമുക്ക് വിശേഷിപ്പിക്കാൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ലിബറൽ. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ഡേറ്റും അങ്ങനെ ഞാൻ ഒരു ദിവസം ഇടവിട്ട് ഞാൻ ഇടുന്നുള്ളൂ. കാരണം 15 വേർഡ് ഉണ്ട്. ഒരു ദിവസം 10 വേർഡ്, അടുത്ത ദിവസം 5 വേർഡ്, അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. ഞാൻ എന്തായാലും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടായിരിക്കും ഞാൻ ഇത്രയും വേർഡ്സ് പഠിപ്പിക്കുന്നത്. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും, കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഇത് കുറച്ച് നമുക്ക് നീങ്ങിയതിനു ശേഷം സ്ട്രാറ്റജിക്കും കൂടെ നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ സൗണ്ടിന്റെ കാര്യം എനിക്കറിയാം, പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. വരും വീഡിയോസിൽ ഓക്കെ ആക്കാമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. അപ്പോ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഇമേജിനെ എങ്ങനെയെങ്കിലും, ആ ഇമേജും ആ വേർഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ആ വേർഡ് ഒരിക്കലും മറക്കത്തില്ല. അപ്പോ അതുപോലെ ആ ഇമേജസിനെ മാത്രം നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം എന്താണ് ആ സാധനം എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഒരു 5 ഡേ കഴിഞ്ഞതിന് ശേഷം ഇമേജസ് എല്ലാം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ഇടാം. അപ്പൊ അതിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു PDF ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കും. അതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ വേർഡ് ഒരിക്കലും മറക്കത്തില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ